ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു സദ്യ വിഭവം തന്നെയാണ് കേട്ടോ, കൂട്ടുകറി. നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ടൊരു വിഭവം തന്നെയാണ് കൂട്ടുകറി അല്ലേ. അപ്പോൾ നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേന പച്ചക്കായാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കടലപ്പരിപ്പിലേക്ക് ഈ ചേനയും പച്ചക്കായും നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചതുരക്കട്ട രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ കടലപ്പരിപ്പ് 2 മണിക്കൂർ മുന്നേ കടലപ്പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ചേനയും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് ഇളക്കി ഒരു വിസിലടിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം. ഞാനിവിടെ ഒരു 2 പിടി കടലപ്പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതന്നെ അത്യാവശ്യം നമുക്ക് സദ്യയിൽ കുറേശ്ശില്ല വിളമ്പുള്ളൂ, കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാവും. ഒരു 5-8 ആൾക്ക് കഴിക്കാനുള്ള സദ്യയിലേക്ക് വിളമ്പാനുള്ള കൂട്ടുകറി നമുക്ക് ഇങ്ങനെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അരപ്പാണ് ഇത്. ഈ തേങ്ങയിലേക്ക് 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഇതിൽ തേങ്ങ ചേർക്കുന്നത്. കുറച്ച് തേങ്ങ മാറ്റി വെച്ച് അതിലേക്ക് നമുക്ക് ചെറിയ ജീരകം, മഞ്ഞളും എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ചതച്ചിട്ടാണ് ഇടുന്നത്, പച്ചമുളക് ഇതിൽ ഇടുന്നേ ഇല്ല കേട്ടോ. ഇനി ബാക്കി വരുന്ന കുറച്ച് തേങ്ങയുണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മൾ വെളിച്ചെണ്ണയിൽ ഒരു നുള്ളു മതി, അത് നന്നായിട്ട് വറുത്തെടുക്കുക. അങ്ങനെ അത് 2 സെക്ഷനാക്കി നമ്മൾ മാറ്റി വെക്കണം. അതേസമയം തന്നെ നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുകറിയുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കര നന്നായിട്ട് കുത്തിപ്പൊടിച്ചിട്ട് വേണം നമ്മുടെ ഈ തേങ്ങാരപ്പ് കൂട്ടുകറിയിലേക്ക് ചേർക്കണമെങ്കിൽ ശർക്കര നന്നായിട്ട് അതിൽ വെന്തലിയണം. നമുക്ക് ചെറുതായിട്ട് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് വന്ന് ഈ പാകമായി വരുമ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഒരിക്കലും പച്ചമുളക് ചേർത്ത് കൊടുക്കരുത്. ആവശ്യത്തിന് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. തേങ്ങ അരപ്പ് നമ്മുടെ കൂട്ടുകറിയിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആയ ശേഷം നമ്മൾ ഉപ്പ് വേണോ വേണ്ടയോ എന്ന് നോക്കുക. പാകത്തിന് നമുക്ക് ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലോണം കരിഞ്ഞു പോരുത് കേട്ടോ. ആ വറുത്ത് വെച്ച തേങ്ങ നമ്മൾ നമ്മുടെ കൂട്ടുകറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കുക. അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കൂട്ടുകറി തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കൂട്ടുകറിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ആ വറുത്ത തേങ്ങയുടെ ടേസ്റ്റൊക്കെ നമ്മുടെ ഈ കൂട്ടുകറിയിലേക്ക് പിടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കൂട്ടുകറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.